ഗവർണർ പങ്കെടുക്കുന്ന ഒരു പരിപാടിയിലും തങ്ങൾ പങ്കെടുക്കില്ല എന്ന നിലപാട് വീണ്ടും ആവർത്തിക്കുന്നു. ഇതിന്റെ പേരിൽ കോൺഗ്രസിനകത്തൊരു പോര് വീണ്ടും ഉണ്ടാകരുത്. ആര്യാടൻ ഷൗക്കത്തിന്റെ വിഷയം ആരും തന്നെ മറന്നിട്ടില്ല. മുസ്ലിം ലീഗിനോടൊക്കെ അടിച്ചു നിൽക്കാൻ സാധിക്കുന്ന രീതിയിൽ അത്രയും അധികം അവിടുത്തെ കോൺഗ്രസ്സുകാർ കഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുള്ളതാണ്. ഇത് ഒരു ജനാധിപത്യ രീതിയിൽ പരസ്പരം വിയോജിപ്പ് പ്രകടിപ്പിക്കുകയാണ് യൂത്ത് കോൺഗ്രസ്. എന്തായാലും CPIM-ന്റെ MLA ഈ പരിപാടിയിൽ പങ്കെടുക്കില്ല എന്നുള്ള കാര്യം വ്യക്തമാക്കിയിരിക്കുന്നു. മുൻ MLA-യും കോൺഗ്രസ് നേതാവുമായിരുന്ന PT മോഹനകൃഷ്ണന്റെ പേരിൽ നടത്തുന്ന മലപ്പുറം പൊന്നാനിയിലെ പെരുമ്പടപ്പിൽ നടത്തുന്ന അവാർഡ് ദാന ചടങ്ങ്, അവാർഡ് പുരസ്കാര ദാന ചടങ്ങുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള രണ്ട് അഭിപ്രായങ്ങളാണ് യൂത്ത് കോൺഗ്രസിനും കോൺഗ്രസിനും ഉണ്ടായിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചില വാർത്തകൾ അവിടെയുള്ള കോൺഗ്രസിലെ നേതാക്കൾ തന്നെ, യൂത്ത് കോൺഗ്രസിലെ നേതാക്കൾ തന്നെയാണ് നമുക്ക് ലഭ്യമാക്കി തന്നത്. PT മോഹനകൃഷ്ണന്റെ പേരിൽ മോഹനേട്ടൻ അനുസ്മരണ പുരസ്കാര സമർപ്പണ ചടങ്ങ് ജനുവരി 10-ാം തീയതി ബുധനാഴ്ചയാണ് എരമംഗലം കിളിയിൽ പ്ലാസ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടക്കും. അതോടൊപ്പം തന്നെ മോഹനസ്പർശം വീടിന്റെ താക്കോൽ ദാനവും നടക്കുന്നുണ്ട്. ഈ പരിപാടി വർഷങ്ങളായി ഈ PT മോഹനകൃഷ്ണൻ ജീവിച്ചിരിക്കുന്ന കാലത്ത് തന്നെ ഈ പരിപാടി അവിടെ നടന്നിട്ടുള്ളതാണ്. ഞാനടക്കം പങ്കെടുത്തിട്ടുള്ളതാണ്. ഈ പരിപാടി സ്വാഭാവികമായും ഒരു കോൺഗ്രസിന്റെ ഔദ്യോഗിക പരിപാടിയായി കണക്കാക്കാൻ സാധിക്കില്ല. അദ്ദേഹത്തിന്റെ നാമധേയത്തിലുള്ള ഒരു ട്രസ്റ്റാണ് ഈ പരിപാടി സംഘടിപ്പിക്കാറുള്ളത്. അദ്ദേഹത്തിന്റെ മകനും മലപ്പുറം ജില്ലാ UDF ചെയർമാനുമായ PT അജയ് മോഹനാണ് ഇപ്പോൾ അതിന്റെ മുഖ്യ സംഘാടക സമിതിയിലുള്ളത്. അദ്ദേഹമാണ് കഴിഞ്ഞ ദിവസം ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നേരത്തെയും ചില വിവാദങ്ങളുണ്ടായി. പക്ഷേ ഈ UDF ചെയർമാൻ കൂടിയായ PT അജയ് മോഹന്റെ പിതാവിന്റെ പേരിൽ നടക്കുന്ന ഒരു പരിപാടിക്കെതിരെ ആ പരിപാടിയിൽ നിന്നും പിന്നോട്ട് പോകണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് മലപ്പുറം ജില്ലാ യൂത്ത് കോൺഗ്രസിന്റെ അധ്യക്ഷൻ ഹാരിസ് മുതൂറും കൂടി രംഗത്തെത്തിയിരിക്കുകയാണ്. യഥാർത്ഥത്തിൽ എന്താണ് സംഭവമെന്ന് വിശദീകരിക്കാം. ഈ പരിപാടിയുടെ ഉദ്ഘാടകനായി എത്തുന്നത് കേരള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനാണ്. കൂടാതെ ഈ പരിപാടിയിൽ മറ്റു ചിലർ കൂടി സംബന്ധിക്കുന്നുണ്ട്. അതിന്റെ പോസ്റ്ററുകളും നമുക്ക് ലഭ്യമായിട്ടുണ്ട്. പുരസ്കാര ജേതാവ് MG ശ്രീകുമാറാണ്. അതോടൊപ്പം അധ്യക്ഷൻ, ഈ പരിപാടിയുടെ അധ്യക്ഷനാകുന്നത് VM സുധീരനാണ്. മുഖ്യ അതിഥി രമേശ് ചെന്നിത്തലയാണ്. മുഖ്യ പ്രഭാഷണം നടത്തുന്നത് ET മുഹമ്മദ് ബഷീർ MP ആണ്. പ്രഭാഷണം നടത്തുന്നത് P നന്ദകുമാർ MLA ആണ്. അതോടൊപ്പം തന്നെ പിന്നെ അനിൽകുമാർ MP, മുൻ മന്ത്രിയൊക്കെയായിട്ടുള്ള AP അനിൽകുമാർ, ആലങ്കോട് ലീലാകൃഷ്ണൻ, മുരളീധരൻ തുടങ്ങി അങ്ങനെ സമൂഹത്തിൽ വിവിധ മേഖലകളിലുള്ളവർ പങ്കെടുക്കുന്നു. പക്ഷേ ഇതിനകത്ത് ഒരു പ്രധാനപ്പെട്ട വിവാദത്തിന് തുടക്കം വന്നത് ആരിഫ് മുഹമ്മദ് ഖാൻ പങ്കെടുക്കുന്ന പരിപാടിയിൽ MLA പങ്കെടുക്കില്ല എന്ന് P നന്ദകുമാർ അറിയിക്കുന്നു. അതാണ് ഈ പ്രശ്നങ്ങൾക്കെല്ലാം ഈ തുടക്കം കുറിക്കുന്നത്. അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക്. അദ്ദേഹത്തിന്റെ എല്ലാ ചരമവാർഷിക പരിപാടിയിലും പങ്കെടുക്കാൻ വേണ്ടി ശ്രമം നടത്തിയിട്ടുണ്ട്. ചില പ്രാവശ്യം പങ്കെടുക്കാൻ പറ്റിയിട്ടില്ല, 2 പ്രാവശ്യം പറ്റിയിട്ടില്ല, ബാക്കി സമയത്ത് പങ്കെടുത്തു. ഇപ്രാവശ്യം അതിൽ മുഖ്യ അതിഥിയായിട്ട് വരുന്നത് കേരള ഗവർണറാണ്, നമ്മുടെ വിവാദ പുരുഷനാണ്. ഇതൊക്കെ തന്നെ വളരെ വിവാദപരമായൊരു അന്തരീക്ഷം ഉണ്ടാക്കി. അത്തരം ഒരു അന്തരീക്ഷത്തിൽ അദ്ദേഹം പങ്കെടുക്കുന്ന, ഗവർണർ പങ്കെടുക്കുന്ന പരിപാടി ഞാൻ പങ്കെടുക്കില്ല എന്ന് നേരത്തെ കൂട്ടി ബന്ധപ്പെട്ടവരെ അറിയിച്ചു. വളരെ ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ അറിയിച്ചു. എൻ്റെ സംഘാടകർ അദ്ദേഹത്തിൻ്റെ മകനോട് അതിനെ നേരത്തെ എനിക്ക് പറഞ്ഞിരുന്നതാണ്. എന്നാൽ ഗവർണറാണ് പങ്കെടുക്കുന്നതെന്ന് MLA മുൻകൂട്ടി അറിയിച്ചിരുന്നുവെന്നും എല്ലാ കാലത്തും ഇത്തരത്തിൽ രാഷ്ട്രീയം നോക്കാതെ വിവിധ ആളുകൾ, വിവിധ മേഖലകളിൽ നിന്ന് ആളുകളൊക്കെ ഈ പരിപാടികളിൽ പങ്കെടുക്കാറുണ്ട്. അദ്ദേഹം പറഞ്ഞത് വസ്തുതയാണ്, വാസ്തവമാണ്. PT അജയ് മോഹൻ പറയാനിരിക്കുന്ന അദ്ദേഹത്തിന്റെ വാക്കുകൾ കേട്ടാൽ നിങ്ങൾക്ക് കൃത്യമായി തന്നെ മനസ്സിലാകും. ഇത്തരത്തിൽ MLA-യോടുകൂടി കൂടിയാലോചിച്ചിരുന്നു. മുൻപും BJP നേതാക്കൾ അല്ലെങ്കിൽ CPM നേതാക്കൾ P ശ്രീരാമകൃഷ്ണനൊക്കെ സജീവമായി ഈ പരിപാടിയിൽ പങ്കെടുത്തിരുന്ന ആളാണ്. അദ്ദേഹം ജീവിച്ചിരിക്കുന്ന സമയത്തും പങ്കെടുത്തിരുന്ന ആളാണ്. അപ്പോൾ അങ്ങനെ പൊന്നാനിയുടെ ഒരു MLA-യാണ് വിളിക്കുന്നത്. പക്ഷേ ഇപ്പോൾ MLA ആണ് ഈ വിവാദത്തിന് തുടക്കം കുറിക്കുന്നത്. ആരിഫ് മുഹമ്മദ് ഖാൻ ഉണ്ടെങ്കിൽ തങ്ങൾ പങ്കെടുക്കില്ല എന്ന കാര്യം MLA ഔദ്യോഗികമായി അറിയിച്ചിരിക്കുന്നു. പക്ഷേ അത് ഒരിക്കലും MLA മുൻകൂട്ടി അറിയിച്ചിട്ടുണ്ട്. MLA അത് അന്ന് പറഞ്ഞത് വളരെ നല്ല കാര്യമാണ്, ഗവർണർ പങ്കെടുക്കുന്നതെന്നായിരുന്നു. പക്ഷേ ഇപ്പോൾ അദ്ദേഹം വാക്കുമാറ്റി എന്നാണ് ഈ PT അജയ് മോഹൻ, PT മോഹനകൃഷ്ണന്റെ മകൻ കൂടിയായ UDF ജില്ലാ ചെയർമാൻ കൂടിയായ PT അജയ് മോഹൻ പറയുന്നത്. ജനുവരി 10-ാം തീയതി PT മോഹനകൃഷ്ണന്റെ 4ാം ചരമവാർഷിക ദിനമാണ്. ബഹുമാന്യനായ കേരള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനാണ് ആ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നത്. നിർഭാഗ്യവശാൽ ഇന്നലെ MLA അഭിമുഖത്തിൽ അദ്ദേഹം പങ്കെടുക്കുന്നില്ല എന്ന് സൂചിപ്പിക്കുകയുണ്ടായി. പക്ഷെ ഞാൻ ഈ പരിപാടി ഞങ്ങൾ കമ്മിറ്റി തീരുമാനിച്ച അന്ന് തന്നെ അദ്ദേഹത്തിനോട് അഭിപ്രായം ചോദിച്ചപ്പോൾ നല്ലതാണെന്നും അദ്ദേഹം പങ്കെടുക്കാൻ ചിലപ്പോൾ ഒരു ടൂർ ആയിരിക്കുമെന്നാണ് അദ്ദേഹം പറഞ്ഞത്. അവസാനമായി ഗവർണറുടെ ഓഫീസിൽ നിന്ന് ആരൊക്കെ പങ്കെടുക്കണമെന്ന നോട്ടീസിന്റെ ഒരു
പ്രൂഫ് വേണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ MLA-യുമായി ബന്ധപ്പെട്ട് താങ്കളുടെ പേരും കൊടുക്കുന്നുണ്ട്, ഗവർണറായതുകൊണ്ട് മുൻകൂട്ടി അറിയിച്ചാലേ അത് സീറ്റിംഗ് അടക്കം 7 പേര് സ്റ്റേജിലിരിക്കാൻ പാടുള്ളൂ, 7-1 സ്ഥലം MLA ആണെന്ന് കൂടി അദ്ദേഹത്തിനോട് പറഞ്ഞു. അവസാനം ഞങ്ങൾ സംസാരിച്ചത് ഡോക്ടർ ഭാസ്കറിൻ്റെ അനുസ്മരണ സമ്മേളനത്തിൽ വെച്ചിട്ടായിരുന്നു. 3 ദിവസം മുമ്പേ ശ്രീ കാക്കനാത്ത് സുരേഷ് എന്നെ വിളിച്ച് MLA-ക്ക് പങ്കെടുക്കാൻ ബുദ്ധിമുട്ടുണ്ടെന്ന് അറിയിക്കാനുണ്ടായി. അപ്പോൾ ഞാൻ പറഞ്ഞു, നോട്ടീസൊക്കെ അടിച്ചു കഴിഞ്ഞു, ഇനി ഫ്ലെക്സിൽ അദ്ദേഹത്തിൻ്റെ പേരില്ലാതെ അത് ഒഴിവാക്കാം, പക്ഷേ കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോയി കഴിഞ്ഞു എന്നാണ് ഞാൻ പറഞ്ഞത്. ഈ ഗവർണർ എന്നുള്ള പദവിയാണ് PT മോഹനകൃഷ്ണന് കൊടുക്കുന്ന ഏറ്റവും വലിയൊരു ആദരവ്. അത് അദ്ദേഹം മരിച്ചതിന് 4ാം ചരമവാർഷിക ദിനത്തിൽ അദ്ദേഹത്തിനും നാട്ടുകാർക്കും ആ ഗവർണർ എന്നുള്ള പദവി, ആ പദവി അലങ്കരിക്കുന്നത് ആരാന്നുള്ളതല്ല, ആ പദവിക്കാണ് ഞങ്ങൾ എല്ലാ വിലയും കൊടുക്കുന്നത്. ബഹുമാന്യനായ അന്തരിച്ച കടവനാട് മുഹമ്മദ് സാറ് ജീവിച്ചിരിക്കുമ്പോൾ അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ട് നമുക്ക് ഗവർണറെ കൊണ്ടുവരണമെന്ന്. പക്ഷേ അദ്ദേഹം മരിക്കുന്നതിന് മുമ്പേ അത് സാധിച്ചില്ല. 3 മാസം മുമ്പേ ഗവർണറെ കൊണ്ടുവരാനുള്ള നടപടിക്രമങ്ങളുമായിട്ട് മുന്നോട്ട് പോയതാണ്. അന്നൊന്നുമില്ലാത്തൊരു പ്രശ്നം ഇന്ന് ഉന്നയിക്കുന്നത്. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, മറ്റന്നാ ഗവർണർ 2 മന്ത്രിമാർക്ക് സത്യപ്രതിജ്ഞ എഴുതിക്കൊടുക്കുന്നു. ആ സത്യപ്രതിജ്ഞ കഴിഞ്ഞാൽ 600 ആൾക്കുള്ള വിരുന്ന് സൽക്കാരം അദ്ദേഹം നടത്തുന്നു. അതിൽ ഇടതുപക്ഷ MLA-മാരൊക്കെ പങ്കെടുക്കില്ലേ? അപ്പോൾ അത് ആ പദവിയാണ്. അദ്ദേഹം വർഗീയവാദിയായിരിക്കും, അല്ലെന്ന് പറയുന്നില്ല, പക്ഷേ പൊന്നാനിയുടെ ഒരു പൈതൃകമുണ്ട്. ഇവിടെ യാതൊരു തരത്തിലുള്ള വർഗീയതയും ഇന്നേ വരെ ഏൽക്കാൻ സാധിക്കാത്ത ഒരു മണ്ണാണ് പൊന്നാനി. അന്നൊന്നും ഇല്ലാത്തൊരു വിവാദം ഇന്നുണ്ടാക്കുന്നത് എന്തുകൊണ്ടെന്ന് വെച്ചാൽ CPM-ന്റെ ഈ മുഖ്യമന്ത്രി തന്നെയാണ് ഗവർണറുടെ ഓഫീസിൽ ഒരു BJP-കാരനെ നിയമിച്ചു കൊടുത്തത്, ഉത്തരവാക്കിയത്. അദ്ദേഹം കൊടുക്കുന്ന ഫയലുകളിൽ ഒപ്പിടുന്ന ഒരു ഗവർണറായി മാറി. പക്ഷേ ഞങ്ങൾക്ക് ആവശ്യം ഗവർണർ എന്നുള്ള പദവി അദ്ദേഹം വരുമ്പോൾ അതിനെ എല്ലാവരും സ്വീകരിച്ച് എല്ലാവിധ അനുഗ്രഹങ്ങളും കൊടുക്കണം, ആ പരിപാടി വിജയിപ്പിക്കണം എന്നാണ് എനിക്ക് താഴ്മയോടുകൂടി എല്ലാവരോടും അഭ്യർത്ഥിക്കാനുള്ളത്. PT മോഹനകൃഷ്ണൻ്റെ ഈ 4ാം ചരമവാർഷികം ഒരു വിവാദമാക്കരുത് എന്ന് വിനയത്തിന്റെ ഭാഷയിൽ അഭ്യർത്ഥിക്കുന്നു. എന്തായാലും ഈ വിവാദം കനത്തുകൊണ്ടിരിക്കുകയാണ്. യൂത്ത് കോൺഗ്രസിന്റെ ഭാഗത്തുനിന്ന് പോലും പ്രതിഷേധം. അതും വെറും ഒരു നേതാവല്ല, യൂത്ത് കോൺഗ്രസിന്റെ മലപ്പുറം ജില്ലാ അധ്യക്ഷനായ ഹാരിസ് മൂതൂരാണ് ഇത്തരത്തിലൊരു പോസ്റ്റുമായി രംഗത്തെത്തിയിരിക്കുന്നത്. അതായത് ആരിഫ് മുഹമ്മദ് ഖാനെ പൊന്നാനിയിൽ കാല് കുത്തിക്കരുത് എന്ന ആഹ്വാനമാണ് അദ്ദേഹം നടത്തുന്നത്. അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ഇങ്ങനെയാണ്: ആരിഫ് ഖാനെ പൊന്നാനിയിലേക്ക് ആനയിക്കരുത്. ജീവിതത്തിലുടനീളം കറകളഞ്ഞ മതേതരവാദിയും അതിലുപരി ജനാധിപത്യ സൗന്ദര്യം രാഷ്ട്രീയത്തിലും വ്യക്തിജീവിതത്തിലും പുലർത്തിയ നേതാവായിരുന്നു PT മോഹനകൃഷ്ണൻ. അതുതന്നെയാണ് കേരളീയ മനസ്സിലും പൊന്നാനിയിലെയും മലപ്പുറത്തെയും ജനങ്ങളിലും അദ്ദേഹത്തിനുള്ള സ്ഥാനം. സംഘപരിവാറിനെയും അതിൻ്റെ ആശയത്തെയും തൻ്റെ ജീവിതത്തിലേക്ക് അടുക്കാൻ അദ്ദേഹം ഒരവസരം കൊടുത്തിട്ടില്ല. എന്നാൽ അദ്ദേഹത്തിന് നാമധേയത്തിലുള്ള അവാർഡ് നൽകാൻ കേരളത്തിൻ്റെ ഗവർണർ എന്നതിലുപരി സംഘപരിവാർ ഹിജ്വയായ ആരിഫ് മുഹമ്മദ് ഖാൻ ക്ഷണിക്കപ്പെടുമ്പോൾ മരണാനന്തരം PT മോഹനകൃഷ്ണന്റെ രാഷ്ട്രീയ ആദർശ ജീവിതം റദ്ദ് ചെയ്യപ്പെടുകയാണ്. അതിനൊരിക്കലും അദ്ദേഹത്തിൻ്റെ പേരുള്ള ട്രസ്റ്റ് തുനിയരുതെന്നും അവാർഡ് നൽകുവാൻ ആരിഫ് മുഹമ്മദ് ഖാനെ ക്ഷണിക്കുവാനുള്ള തീരുമാനം പുനർവിചിന്തനം ചെയ്യണമെന്നും ആവശ്യപ്പെടുന്നു. ഇന്ത്യയിൽ കോൺഗ്രസ് ഇതര ഗവൺമെന്റുകൾ ഭരിക്കുകയും അവർ നിയമിക്കുകയും ചെയ്ത ഗവർണർമാരുണ്ടായിരുന്നു. പക്ഷേ ഇത്രയും തരം താഴ്ന്ന ഗവർണർ കേരളത്തിൽ പദവിയിൽ ഇരുന്നിട്ടില്ല. അറ്റൻഷൻ സീക്കിങ്ങും സംഘ് പരിവാർ അജണ്ടയും ഒന്നിച്ചുകൂട്ടി മുറുക്കി അദ്ദേഹം കേരളീയ ജനാധിപത്യ പരിസരത്തിൽ കാറിത്തുപ്പി മലീമസമാക്കുന്ന കാഴ്ച ദിനേന നാം കണ്ടുകൊണ്ടിരിക്കുന്നു. സർവകലാശാലകളിലേക്ക് കാവി പരവതാനി വിരിക്കാനുള്ള ശ്രമം നിരന്തരം അദ്ദേഹം നടത്തുന്നത് നാം കാണുന്നുണ്ട്. ഗവർണർ പീഠത്തിന് പകരം കുറുവടിയേന്തി ശാഖാ പ്രമുഖാക്കേണ്ട ഒരാളെ കോൺഗ്രസിന്റെ മതേതര ആശയ പ്രചാരണത്തിന് വേദിയാകേണ്ട ഇടത്ത് പ്രതിഷ്ഠിക്കരുതെന്നാണ് ആഗ്രഹിക്കുന്നത്. സംഘാടകർ പുനർവിചിന്തനത്തിന് മുതിരുന്നത് നല്ലതായിരിക്കും. ഹാരിസ് മൂതൂർ, പ്രസിഡന്റ്, യൂത്ത് കോൺഗ്രസ് മലപ്പുറം ജില്ലാ കമ്മിറ്റി. ഹാരിസ് മൂതൂർ ആവശ്യപ്പെടുന്നത് UDF-ന്റെ ജില്ലാ ചെയർമാനോടാണ്. ജില്ലാ ചെയർമാനാണ് ഇദ്ദേഹത്തിന്റെ മകൻ കൂടി, അതായത് PT അജയ് മോഹനാണ് ഈ മോഹനേട്ടന്റെ മകൻ കൂടിയാണ്, പ്രധാനപ്പെട്ട ഈ സംഘാടകൻ കൂടിയാണ് ഇത്. എന്തായാലും ഇത്തരത്തിലൊരു വലിയ ആഹ്വാനം PT അജയ് മോഹനെ പോലെയുള്ള ഒരു നേതാവിനെതിരെ അദ്ദേഹത്തോട് വേണമെങ്കിൽ ഫോണിലൂടെയോ അല്ലെങ്കിൽ തൻ്റെ പ്രതിഷേധം മറ്റു രീതിയിലോ അറിയിക്കാമായിരുന്നു. പക്ഷേ കോൺഗ്രസിനെ പോലെയുള്ള ഒരു ജനാധിപത്യ സംവിധാനം, അത്രയും വലിയ ജനാധിപത്യമുള്ള പാർട്ടിയാണ് എന്ന് പറയുന്ന കോൺഗ്രസിനകത്ത് ഇത്തരത്തിൽ പൊതുയിടത്തിൽ ഈ ഇത്തരം വാഗ്വാദങ്ങളും അല്ലെങ്കിൽ ഇത്തരം ആവശ്യങ്ങളും ഇത്തരം എതിർപ്പുകളൊക്കെ പ്രകടിപ്പിക്കുന്നത് സർവ്വ സാധാരണമാണ്. അത് കോൺഗ്രസ് ആയതുകൊണ്ട് നന്നായി എന്ന് മാത്രമാണ് പറയാനുള്ളത്. നേരത്തെയും കോൺഗ്രസിനിടയിൽ ഗ്രൂപ്പ് സമവാക്യത്തിൽ നിരവധി പ്രശ്നങ്ങൾ മലപ്പുറത്ത് നടന്നുകൊണ്ടിരുന്നു. ആര്യാടൻ ഷൗക്കത്തിന്റെ വിഷയം ആരും തന്നെ മറന്നിട്ടില്ല.
ആര്യാടൻ ഷൗക്കത്തിനെ മാറ്റി നിർത്തുന്ന ഒരു സാഹചര്യമുണ്ടായി. ആര്യാടൻ ഷൗക്കത്ത് തൻ്റെ പിതാവിൻ്റെ പേരിലുള്ള മറ്റൊരു പരിപാടി, അത് കോൺഗ്രസിൻ്റെ പരിപാടിയല്ല, ഇതുപോലെ തന്നെ, അതായത് തൻ്റെ പിതാവിൻ്റെ പേരിൽ നടക്കുന്ന ആര്യാടൻ ഫൗണ്ടേഷന്റെ പേരിൽ നടക്കുന്ന പാലസ്തീൻ ഐക്യദാർഢ്യ റാലി അവിടെ നടത്തി. പക്ഷേ അത് കോൺഗ്രസിന് സമാന്തരമായി മറ്റൊരു ഗ്രൂപ്പാണെന്നൊക്കെ പറഞ്ഞ് അദ്ദേഹത്തിനെതിരെ അച്ചടക്ക നടപടി സ്വീകരിച്ചു. കോൺഗ്രസിന്റെ കോഴിക്കോട് നടന്ന പരിപാടിയിൽ പോലും ആര്യാടൻ ഷൗക്കത്തിനെ അടുപ്പിച്ചില്ല. അത്തരത്തിൽ ചില വിഷയങ്ങൾ കോൺഗ്രസിൽ നടന്നുകൊണ്ടിരിക്കുന്നു. DCC പ്രസിഡന്റായ VS ജോയ് ഒരു എന്താ പറയുക, രാജഭരണത്തെ പോലെ ഈ സംവിധാനത്തെ കൊണ്ടുപോവുകയാണ്, ഒരു ചക്രവർത്തിയായി അവിടെ വാഴുകയാണെന്ന രീതിയിലൊക്കെ ചില ആക്ഷേപങ്ങൾ പല കോൺഗ്രസ് നേതാക്കളുടെ ഭാഗത്തു നിന്നുമൊക്കെ ഉണ്ടാകുന്നു. വിവിധയിടങ്ങളിൽ ഗ്രൂപ്പ് യോഗങ്ങളൊക്കെ നടക്കുന്നു. പിന്നീട് അവസാനം അതിനിടയിൽ ചില സ്ഥലങ്ങളിൽ മണ്ഡലം കമ്മിറ്റി ഭാരവാഹികളെയൊക്കെ പിരിച്ചുവിടുകയും പിന്നീട് അത് വീണ്ടും അവരെ തിരിച്ചെടുക്കുകയും ഒക്കെ ചെയ്യുന്ന കാര്യങ്ങൾ മലപ്പുറം കോൺഗ്രസിനകത്ത് നടന്നുകൊണ്ടിരിക്കുന്നു. പടലപ്പിണക്കങ്ങൾ പലയിടങ്ങളിലും പല പഞ്ചായത്ത് തലങ്ങളിൽ പോലും നടന്നുകൊണ്ടിരിക്കുന്നു. ലീഗുമായി ചിലയിടങ്ങളിൽ തെറ്റേണ്ട സാഹചര്യം വന്നു. ആലങ്കോട് പഞ്ചായത്തിൽ പോലും അത്തരത്തിൽ പിണങ്ങേണ്ട ഒരു സാഹചര്യമൊക്കെ വന്നു. എന്തായാലും ഈ മലപ്പുറത്തെ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം വലിയ പാരമ്പര്യം ഉള്ള ഒരു സംവിധാനമാണ് അത്. മുസ്ലിം ലീഗ് പോലെ അത്രയും പ്രധാനപ്പെട്ട, അല്ലെങ്കിൽ മുസ്ലിം ലീഗിനോടൊക്കെ അടിച്ചു നിൽക്കാൻ സാധിക്കുന്ന രീതിയിൽ അത്രയും അധികം അവിടുത്തെ കോൺഗ്രസ്സുകാർ കഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുള്ളതാണ്. അത് ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരകാലത്ത് പോലും ഉള്ള സംഭവമാണ്. അത്തരത്തിൽ ഒരു പൈതൃകമുണ്ട് മലപ്പുറത്തെ കോൺഗ്രസിന്. പക്ഷേ ഇത് ഇത്തരം ചില വിഷയങ്ങളിൽ, അതായത് ഇപ്പോൾ ആര്യാടൻ ഫൗണ്ടേഷന്റെ പേരിലാണ് ഒരു ഭാഗത്ത് പ്രശ്നമുണ്ടായതെങ്കിൽ PT മോഹനകൃഷ്ണന്റെ പേരിൽ മറ്റൊരു വിഷയമുണ്ടാകുന്നു. പക്ഷേ അതൊരിക്കലും രാഷ്ട്രീയമായി എത്തിയില്ല. ഈ ആരിഫ് മുഹമ്മദ് ഖാനെ പങ്കെടുപ്പിക്കുന്ന ഒരു വിഷയം മാത്രമാണ് അവിടെ ഒരു പ്രശ്നം എന്നാണ് മനസ്സിലാക്കുന്നത്. കാരണം MLA അടക്കമുള്ളവർ ഈ പരിപാടിയിൽ നിന്നും പിന്തിരിയുമ്പോൾ ഈ മോഹനേട്ടൻ്റെ, എല്ലാവരും അദ്ദേഹത്തെ പ്രായഭേദമന്യേ എല്ലാവരും മോഹനേട്ടൻ എന്ന് വിളിക്കുന്ന അദ്ദേഹത്തിൻ്റെ ഈ പരിപാടിയിൽ, അത് വർഷങ്ങളായി നടത്തുന്ന ഒരു പരിപാടിയാണ്. അതിൽ എല്ലാ വർഷവും വിവിധ മേഖലകളിലുള്ള ആളുകൾക്ക് അവാർഡ് നൽകാറുണ്ട്. അവിടെ CPM-കാരെത്താറുണ്ട്, BJP-കാരെത്താറുണ്ട്, കോൺഗ്രസ്സുകാരുണ്ടാവാറുണ്ട്. അങ്ങനെ സമൂഹത്തിലെ കായിക മേഖലകളിലെ വിവിധ ആളുകളെ അവിടെ ആദരിക്കാറുണ്ട്. എല്ലാ വർഷവും പ്രധാനപ്പെട്ട ചില അതിഥികൾ ഉണ്ടാകാറുണ്ട്. അത് എല്ലാ മേഖലകളിൽ നിന്നും ഉണ്ടാകാറുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നു. അഡ്വക്കേറ്റ് PS ശ്രീധരൻപിള്ള, സുരേഷ് ഗോപി, MP നികേഷ് കുമാർ, അങ്ങനെ നിരവധി ആളുകൾക്ക് ഇത്തരത്തിൽ ഈ അവാർഡിന് അർഹത നേടിയിട്ടുള്ള ആളുകളുണ്ട്. രമേശ് ചെന്നിത്തല അടക്കമുള്ളവർ അവിടെ ഇടയ്ക്ക് അദ്ദേഹത്തിന് അവാർഡ് ലഭിക്കുന്ന കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ അത്തരത്തിൽ അവിടെ ഒരു കോൺഗ്രസിന്റെ പരിപാടിയായി മാത്രമല്ല പരിപാടി അവിടെ നടക്കാറുള്ളത്. നാട്ടിൽ തന്നെ നാട്ടുകാരുടെ സ്വന്തം മോഹനേട്ടനെ ഒരു പരിപാടിയാണ്. അദ്ദേഹത്തിൻ്റെ മരണത്തിന് ശേഷം ഇപ്പോൾ അദ്ദേഹത്തെ അനുസ്മരിക്കാൻ കൂടി ഈ പരിപാടി ഉപയോഗപ്പെടുത്താറുണ്ട് നാട്ടിലെ ജനങ്ങൾ എന്നുള്ളതാണ്. പക്ഷേ ഇതിൻ്റെ പേരിൽ കോൺഗ്രസിനകത്തൊരു പോര് വീണ്ടും ഉണ്ടാകരുത്. ആര്യാടൻ ഷൗക്കത്തിന്റെ പേരിലുണ്ടായ മലപ്പുറം കോൺഗ്രസിലെ അടി വീണ്ടും തുടങ്ങുമോ എന്നുള്ള ചോദ്യങ്ങളൊക്കെയാണ് പല കോണുകളിൽ നിന്നും ഉയരുന്നത്. പക്ഷേ അത്തരമൊരു സംഭവമൊന്നും നടക്കാൻ സാധ്യതയില്ല. ഇത് ഒരു ജനാധിപത്യ രീതിയിൽ പരസ്പരം വിയോജിപ്പ് പ്രകടിപ്പിക്കുകയാണ് യൂത്ത് കോൺഗ്രസ്. എന്തായാലും വിയോജിപ്പ് പ്രകടിപ്പിക്കുന്നത് മലപ്പുറം ജില്ലയുടെ UDF ചെയർമാനോടാണ് എന്നുള്ള കാര്യമാണ് യൂത്ത് കോൺഗ്രസിന്റെ നേതാവ് മനസ്സിലാക്കേണ്ടത്. അത് മറ്റേതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയിലാണെങ്കിൽ അത് ഭൂഷണമായിരിക്കുമോ എന്നുള്ള കാര്യം സംശയമാണ്. എന്തായാലും CPIM-ന്റെ MLA ഈ പരിപാടിയിൽ പങ്കെടുക്കില്ല എന്നുള്ള കാര്യം വ്യക്തമാക്കിയിരിക്കുന്നു. ഗവർണർ പങ്കെടുക്കുന്ന ഒരു പരിപാടിയിലും തങ്ങൾ പങ്കെടുക്കില്ല എന്ന നിലപാട് വീണ്ടും ആവർത്തിക്കുന്നു.